ഹായ് കൂട്ടുകാരെ, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ വീട്ടിൽ വരുമ്പോൾ രേവതിയെ കാണുന്നില്ല. രാത്രി 8 മണിയായിട്ടും രേവതിയെ കാണാഞ്ഞിട്ട് ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി രേവതിയുടെ പിണക്കം മാറ്റാനായിട്ട് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടാണ് വരുന്നത്. എന്നാൽ രേവതിയെ കാണുന്നില്ല. സ്കൂട്ടിയാണെങ്കിൽ വീട്ടിൽ ഇരിപ്പുണ്ട്. പൂ കൊടുക്കാനായിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ സ്കൂട്ടി ആയിട്ടല്ലേ പോകത്തുള്ളൂ. അപ്പോൾ പിന്നെ എന്ത് പറ്റിയെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ സച്ചി. ഈ സമയം രവീന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട്, സച്ചി നീ രേവതിയുടെ വീട്ടിലേക്കൊന്ന് വിളിച്ച് നോക്ക്, അവിടെ എത്തിയിട്ടുണ്ടെന്ന് ഇല്ലച്ചാ, ഞാൻ അവരെ വിളിച്ചിരുന്നു, അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല, ഇനിയിപ്പോൾ എവിടെ അന്വേഷിക്കാന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട്, അവളെവിടേക്കെങ്കിലും ചാടിപ്പോയതായിരിക്കും, ഇവൻ അതുപോലല്ലേ ഉച്ചയ്ക്ക് ഇരുന്നിട്ട് ഇവനോട് രേവതിയോട് വഴക്കുണ്ടാക്കിയതെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, സച്ചി നീ രേവതിയെ വഴക്ക് പറഞ്ഞോ, എന്താ ഉണ്ടായതെന്നിങ്ങനെ രവി ചോദിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ രവിയോട് പറയാം കേട്ടോ. അത് എൻ്റെ ഒരു ഫ്രണ്ട് കല്യാണം വിളിക്കാൻ വന്നിരുന്നു. അപ്പോൾ അവനോട് ഞാൻ ആ കല്യാണ സമയത്ത് മാറിക്കോണം, അല്ലെങ്കിൽ ചേട്ടൻ്റെ വിവാഹത്തിന് വെച്ചിരിക്കുന്ന പെണ്ണ് നിൻ്റെ തലയിലാവും എന്നൊക്കെ ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്. ഇത് കേട്ടിട്ട് രേവതിക്ക് ഒരുപാട് സങ്കടമായി, അതുകൊണ്ടാണ് പിണങ്ങിയെന്ന് പറയണം. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, അതെ നീ എന്ത് വർത്തമാനമാണ് അല്ലെങ്കിൽ തന്നെ പറഞ്ഞത്, ഇപ്പോഴും നീ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ സച്ചിക്ക് ഒരു ഭാരമാണോ എന്നൊക്കെ രേവതിക്ക് തോന്നാണ്ടിരിക്കുമോ? പിന്നെ വേറെ ആരെക്കുറിച്ചുമല്ല, പ്രത്യേകിച്ച് നീ രേവതിയെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ രേവതിക്ക് അത് സഹിക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചാൽ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല, തമാശയ്ക്ക് പറഞ്ഞ. ഇങ്ങനെയൊക്കെയാണോടാ തമാശ പറയുന്നത്? നിനക്ക് ഇത്രയ്ക്കൊരു ബോധമില്ലാതായി പോയല്ലോ സച്ചി. പിന്നെ നീ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ രവി പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതച്ഛാ ഞാൻ പറഞ്ഞതിനൊന്നുമല്ല, രേവതിക്ക് കൂടുതൽ സങ്കടമായതേ ഈ അമ്മയും പാർലർ ഏട്ടത്തെയും കൂടിയിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ രേവതിനെ കളിയാക്കി, അതുകൊണ്ടാണ് രേവതിക്ക് ഒരുപാട് സങ്കടം. അത് സച്ചി നീ അതിനെയൊന്നും ന്യായീകരിക്കണ്ട, അവരെന്തും എപ്പോഴും ഓരോന്നും പറയുന്നതല്ലേ, അതൊന്നും രേവതിക്ക് വലിയ കാര്യമായിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ നമ്മളെ കുറ്റം പറയുമ്പോഴാണ് അതൊരിക്കലും താങ്ങാൻ പറ്റാതാവുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് രവി ഇങ്ങനെ സച്ചിയെ വഴക്ക് പറയുന്നുണ്ട്. സച്ചിയുടെ ഫോണ് ഈ സമയം സച്ചിയുടെ ഫോണ് റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, പെട്ടെന്ന് ഫോൺ എടുക്കടാ. അങ്ങനെ ഫോൺ എടുക്കുമ്പോഴേക്കും ദേവുവാണ് വിളിക്കുന്നത്. ആരാടാ? രേവതിയാണോ? അല്ലച്ച ദേവുവാണെന്ന് പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് സച്ചി. അപ്പോഴേക്കും ദേവു എന്താ വിളിച്ചത്, രേവതി അവിടെ വന്നോ? ഫോണൊന്ന് രേവതിയുടെ കൊടുക്കുന്ന സച്ചി പറയുന്നുണ്ട് കേട്ടോ. ഇല്ല സച്ചിയേട്ടാ, ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എന്താ ദേവു, എന്താ? അപ്പോഴേക്കും പറയുന്നുണ്ട്, അതെ ആ ഗജാനന്ദൻ ഇപ്പോൾ ഈ നാട്ടിലുണ്ടെന്നാണ് പറയുന്നത്, ഇവിടെ ഈ കണ്ടവരായിട്ടൊക്കെ ആളുകൾ പറഞ്ഞു എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. രേവതിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവോ? എന്നാൽ ശരി ഞാൻ പോയി അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, എന്താ വിശേഷിച്ച്? ഒന്നുമില്ലച്ചാ, രേവതിയെക്കുറിച്ച് ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി പെട്ടെന്ന് കാറും എടുത്തോണ്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയം ശ്രീകാന്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ ഞാനും കൂടി വരാം. വേണ്ട നീ ഇവിടെ നിന്നോ, ഞാൻ പോയി രേവതിയെ കൂട്ടിയിട്ട് വന്നോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. സച്ചി അങ്ങനെ രേവതിയെ അന്വേഷിച്ച് പുറത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് രവീന്ദ്രനോട് പറയുന്നുണ്ട്, രവിയേട്ടൻ എന്തിനാ പട്ടിണി ഇരിക്കുന്നത്, വന്ന് ആഹാരം കഴിക്കുക. ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോഴേക്ക് രവിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താ ചന്ദ്ര ഇത്, രേവതിയെ കണ്ടിട്ടില്ല, അവളെ കണ്ടില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിവിടെ മനുഷ്യൻ വെപ്രാളം പിടിച്ചിരിക്കുമ്പോൾ നീ വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പോകുന്നു. ഒന്നുമില്ലെങ്കിൽ രേവതി നിന്റെ മരുമകളല്ലേ, അവൾ എവിടെ പോനാ, അവൾ എവിടെയെങ്കിലും നിരങ്ങി നടക്കുന്നുണ്ടാവും, കുറച്ച് കഴിയുമ്പോഴേ അവളിങ്ങ് എത്തിക്കോളും, രവിയേട്ടൻ വന്ന് ആഹാരം കഴിക്കുമെന്ന് പറയാട്ടോ. ഇത് കേട്ടിട്ട് രവിക്ക് നല്ല ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അതെ ചന്ദ്രൻ നീ ഒരു സ്ത്രീയാണോ,
നീ എന്തൊരു മനുഷ്യത്വം ഇല്ലായ്മയായി പറയുന്നത്? നീ പോയി ആഹാരം കഴിച്ചോ, എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയം ശ്രീകാന്ത് വന്നിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ അമ്മ എന്തൊരു വർത്തമാനം ഈ പറയുന്നത്? എല്ലാവരും ഇവിടെ രേവതി ചേച്ചിയെ കണ്ടില്ലെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുക. പിന്നെ അമ്മയുടെ മനസ്സിലിരിപ്പൊക്കെ ഞങ്ങൾക്കറിയാം. എടാ നീ എന്താ പറയുന്നത്? എന്തറിയാന്ന്? അല്ല, ഞങ്ങളും അരിയാഹാരം തന്നെയല്ലേ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവാണ് കേട്ടോ. ഈ സമയം ശ്രുതി വന്നിട്ട് ചന്ദ്രയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മ ഇങ്ങോട്ടേക്ക് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ റൂമിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ശ്രുതി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്താന്ന് വെച്ചാൽ കാര്യം പറ. അതമ്മേ, അവളിനി പോയിരിക്കുന്നത് വല്ല എഴുതി വെച്ചിട്ടായിരിക്കുമോ? നീ എന്താ പറയുന്നത്? എഴുതി വെച്ചിട്ടോ? അതെ അമ്മേ. ഇനിയിപ്പോൾ അവൾ പോയിട്ടേ എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരായിരിക്കും അവൾ ആദ്യം എഴുതി ഉണ്ടാവുക. അതാദ്യം കണ്ടെത്തണം. നീ എന്താണ് ഈ പറയുന്നത്? അതേ അമ്മേ, ഇന്നത്തെ കാലത്തെ അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറ്. ഇനി നമ്മളെല്ലാവരും കൂടി പറഞ്ഞതിൻ്റെ പേരിൽ അവൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലേ അമ്മയായിരിക്കും ഒന്നാം പ്രതി. ആദ്യം തന്നെ ജയിലിലാവുക അമ്മയാന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ആകെ ടെൻഷനാവുകയാണ് കേട്ടോ. നീ ഒന്ന് മിണ്ടാതിരിക്കടാ. അപ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട്, അതേ ആൻറ്റി, ഇനി എന്തെങ്കിലും അവൾ വല്ല കത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മളെല്ലാവരും അകത്താകും എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ. ഈ സമയം ചന്ദ്ര പുറത്തേക്ക് വരുന്നുണ്ട്. വന്നിരുന്നിട്ട് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. ഈ സമയം നമ്മുടെ സച്ചിയാണെങ്കിൽ മഹേഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ മഹേഷിൻ്റെ അടുത്ത് ചെന്നിട്ട് സച്ചി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എടാ, രേവതി ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ആ ഗജാനന്ദനാണെങ്കിൽ ഇപ്പോൾ സ്ഥലത്തുണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? എന്നാ വാ, നമുക്ക് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഗജാനന്ദൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം നമ്മുടെ ശരത്താണെങ്കിൽ ആൻ്റണിയുടെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് ദേവുവിനെ ഫോൺ ചെയ്തിട്ട് ചേച്ചി വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം ആൻ്റണി പറയുന്നുണ്ട്, എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? നീ പോയൊരു സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്ക്. കംപ്ലൈൻറ്റോ? അതെ, ഇനിയിപ്പോൾ ഇതിന് നല്ലൊരു സൊല്യൂഷൻ കിട്ടണമെങ്കിലേ നീ പോയൊരു കംപ്ലൈൻറ്റ് കൊടുക്ക്. എന്തായാലും ഇതിന് പിന്നിൽ ആ സച്ചിയായിരിക്കും, അല്ലാതെ വേറെ ആരെന്ത് ചെയ്യാനാ എന്നിങ്ങനെ പറയണം കേട്ടോ. സച്ചിയേട്ടനോ? അയാളെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അയാൾ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല. നീ അതും ഇപ്പോഴും അയാളെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതല്ലേ? പിന്നെ ഇപ്പോഴും നീ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ? പിന്നെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ പറയുന്നത്. എന്തായാലും നിന്റെ ചേച്ചിയെ അയാളുടെ കെണിയിൽപ്പെട്ടിട്ട് ഇത്രയും നാൾ അനുഭവിച്ചൊന്നും പോരെ. ഇനിയിപ്പോൾ അയാൾ വന്ന് വല്ല കൊന്ന് കെട്ടിത്തൂക്കിയോന്ന് ആർക്കറിയാം എന്നിങ്ങനെ പറയട്ടോ. എന്താ ചേട്ടാ പറയുന്നത്? എന്തായാലും സച്ചിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നീ അതൊന്നും വിചാരിക്കണ്ട. അയാളുടെ ക്രൂരതകൾ മുഴുവൻ നമ്മൾ നേരിട്ട് കണ്ടതല്ലേ. എന്തായാലും നീ ചെന്നിട്ട് പോയൊരു കേസ് കൊടുക്കുമെന്ന് പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശരത്തിന് ആകെ ഒരു ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ശരത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയം ആൻ്റണി ആണെങ്കിൽ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, എടാ സച്ചി, നിനക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല അവസരമാണ് വന്നെത്തിയിരിക്കുന്നത്. എന്തായാലും നീ എന്നെ കുറെ ജയിലിലാക്കി കളിയാക്കി ചിരിച്ചതല്ലേ, നീ ഇനി കുറച്ച് നാളെ അഴിയണ്ടെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശരത്ത് നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും മഹേഷും കൂടിയിട്ട് ഗജാനന്ദനുള്ള സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോഴേക്കും രണ്ട് ഗുണ്ടകളിങ്ങനെ വാതിക്ക നിൽപ്പുണ്ട്, കയറ്റി വരില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കിട്ട് നല്ല തലൊക്കെ കൊടുത്തിട്ട് ദേഷ്യം വന്നിരിക്കുകയാണ് സച്ചി. അങ്ങനെ അവരെ തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. കയറി ചെല്ലുമ്പോഴേ ഗജാനന്ദൻ്റെ കിടപ്പ് കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോവാണ് സച്ചി. കാരണം നല്ല അടിയൊക്കെ കിട്ടി, നെറ്റിക്ക് നല്ല പൊട്ടലും കൈയും കലും ഒക്കെ ഒടിഞ്ഞ് ഒരേ കിടപ്പാണ്. അപ്പോഴേക്കും മഹേഷ് പതുക്കെ പറയുന്നുണ്ട്, എടാ എന്തായാലും ഇതിന് പിന്നിൽ ഇയാളാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഈ അവസ്ഥ വരില്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും കുറേ ഗുണ്ടകളൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരോട് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ ഇയാൾക്കിതെന്താ പറ്റി? അതെ, കഴിഞ്ഞ ദിവസം ഒരു പിരിവിന് പോയതാ. അപ്പോഴേക്കും ഒരു ലോറി ഡ്രൈവർ വന്നിട്ട് നന്നായിട്ടൊന്ന് പെരുമാറി. പിന്നെ ഈ കാര്യം നിങ്ങൾ എന്തായാലും പുറത്തു പറയരുതെന്നിങ്ങനെ ഗജാനന്ദൻ അവിടെ നിന്ന് പറയിപ്പിക്കുന്നുണ്ട്. അതെന്താ? അതെ, ഇനിയിപ്പോൾ ഈ കാര്യം പുറത്തറിഞ്ഞാൽ പൈസ കിട്ടാനുള്ളത് കൂടി കിട്ടില്ല, എല്ലാവർക്കും ഒരു പേടിയില്ലാതാവുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സച്ചിയും മഹേഷും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഗജാനന്ദൻ എന്താണെങ്കിലും ഇതിൻ്റെ പിന്നിലില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും അന്വേഷിച്ചു പോവാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സച്ചിയോട് മഹേഷ് പറയുന്നുണ്ട്, എടാ എന്തായാലും നമുക്ക് അന്വേഷിക്കാം, നീ വാ, അല്ലെങ്കിൽ നമുക്ക് പോയി ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചിയെ കൂട്ടിയിട്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ശരത്താണെങ്കിൽ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, സാർ
എനിക്കൊരു കംപ്ലൈൻറ്റ് തരാനുണ്ട്. എന്താ ഈ പാതിരാത്രിക്ക്? സാർ, എൻ്റെ പെങ്ങള് ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. ഓ, അത് എവിടെയെങ്കിലും പോയതായിരിക്കും. പിന്നെ ഈ മിസ്സിംഗ് കേസൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 24 hours കഴിയണം. അതുവരെ ഒരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ. അപ്പോഴേക്കും ശരത്ത് കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട്, എന്താടോ നിന്നോട് ചോദിച്ചത്? ഉണ്ട് സാർ, അതെ, എൻ്റെ പെങ്ങളുടെ ഭർത്താവിനെയാണ് സംശയം. അവരുടെ പേര് എന്താ? പെങ്ങളുടെ പേര് രേവതി. നിങ്ങൾക്ക് സംശയമുള്ള ഭർത്താവിൻ്റെ പേര് സച്ചി എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻ്റ് ഒക്കെ ഇങ്ങനെ കൊടുക്കാനായിട്ട് ശരത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ സച്ചിയും മഹേഷും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എടാ, ശരത്തല്ലേ ഈ നിൽക്കുന്നത്? ഇവനെന്താ ഈ സമയത്ത് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇവിടെ? അപ്പോഴേക്കും പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയോ ഇവനെ? അപ്പോൾ ശരത്ത് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സച്ചി എന്നിട്ട്, സാർ, എനിക്കൊരു കംപ്ലൈൻറ്റ് ചെയ്യാനുണ്ട്. എന്താ? എൻ്റെ ഭാര്യയെ കാണാനില്ല. എന്താ പേരെന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ രേവതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇയാളും ഈ പേരും പറഞ്ഞിട്ടല്ലേ കംപ്ലൈൻറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്? ഇയാളെ ഭർത്താവിന് സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈൻറ്റ് ചെയ്യാൻ വന്നേക്കുന്നത് എന്ന് ഇത് കേൾക്കുമ്പോഴേക്കും സച്ചി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്താടാ ശരത്തെ, നീ എന്തായി കാണിക്കുന്നത്? സച്ചി രേവതിനെ ഉപദ്രവിക്കുന്നു, കാണാതായതിൽ എന്തെങ്കിലും സംശയം സച്ചിയുടെ പേരിലാണോ കേസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് മഹേഷ് ഇങ്ങനെ ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ശരത്ത് പറയുന്നുണ്ട്, ഇയാളല്ലേ, ഇയാൾ എൻ്റെ ചേച്ചിനെ കൊന്നിട്ടുണ്ടാവുമെന്ന് പോലും അറിയില്ല. എന്തായാലും ഇയാൾക്കെതിരെ തന്നെയാ ഞാൻ കേസ് കൊടുക്കാൻ വന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ശരത്തിനെ ഇങ്ങനെ കോളറിൽ പോയി പിടിക്കുകയാണ് കേട്ടോ. എന്താ നീ പറഞ്ഞത്? നിന്റെ ചേച്ചിനെ ഞാൻ കൊന്നു കാണുമെന്നോ? നീ ഇത്തരക്കാരനായിരുന്നോ? നീ ഇനി ഒരക്ഷരം മിണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ശരത്തിനെ ഇങ്ങനെ തല്ലാനായിട്ടൊക്കെ ഒരുങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും SI പറയുന്നുണ്ട്, അതെ, ഇത് പോലീസ് സ്റ്റേഷനാണ്. നിങ്ങളുടെ വീട്ടുകാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇവിടെ വെച്ചിട്ട് കയ്യാങ്കളിയൊന്നും വേണ്ടെന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ശരത്തിനെ പിടിവിട്ടിട്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, സാർ, എൻ്റെ ഭാര്യ, അവൾ എന്നോട് പറയാതെ എവിടെയും പോകുന്നതല്ല. എന്നാൽ ഇത്രയും നേരമായിട്ട് വീട്ടിലെത്തിയിട്ടില്ല. അത് എനിക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് സെൻഡ് ചെയ്യാവുന്നുണ്ട് കേട്ടോ. ഈ സമയം SI പറയുന്നുണ്ട്, ശരി, നിങ്ങളൊരു കേസ് ഫയൽ ചെയ്തിട്ട് പോക്കോ, ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് SI ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അപ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് കേട്ടോ, സാർ, കുടുംബമല്ലേ, ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് നിസ്സാര കാര്യങ്ങൾക്ക്, അല്ലാതെ വേറൊന്നും ഇല്ലയെന്ന് പറയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ശരത്ത് കയറിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, അല്ല സാർ, ഇയാൾ എപ്പോഴും എൻ്റെ ചേച്ചീനെ മദ്യപിച്ചിട്ട് വന്നിട്ട് വഴക്കുണ്ടാക്കും. ഇയാളുടെ ഫ്രണ്ടാണ് ഈ മഹേഷ് എന്ന് പറയുന്ന ആൾ. അതുകൊണ്ടാണ് അയാളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ തന്നെ കേസെടുക്കണം സാറിന് ശരത്ത് പറയാണ്. ഈ സമയം മഹേഷ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല സാർ, സാറ് വന്നിട്ട് അല്ലെങ്കിൽ അവിടെ എല്ലാവരോടും അന്വേഷിച്ച് നോക്കൂ, എന്നിട്ട് ബാക്കി ചെയ്താൽ മതി. ഇത് കേട്ടിട്ട് SI പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്തായാലും പോയിട്ട് നാളെ രാവിലെ വാ. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ വീട്ടിൽ കംപ്ലൈൻറ്റ് വന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഭാര്യ വീട്ടിൽ കാണും. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും കേസെടുക്കാൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് കണ്ടില്ലെങ്കിൽ രാവിലെ അത് വന്ന് കംപ്ലൈൻറ്റ് കൊടുത്താൽ മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സച്ചിയും മഹേഷും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ സമയം പുറത്ത് ശരത്ത് നിൽപ്പുണ്ട്. എടാ, നീ എന്താടാ പറഞ്ഞത്? നിന്റെ ചേച്ചിനെ ഞാൻ കൊന്നു കാണുന്നു. നിങ്ങളെ ഏത് നേരവും ചേച്ചിനെ വഴക്കുണ്ടാക്കാറല്ലേ നിങ്ങൾക്കുള്ളത്? പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചേച്ചിനെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടെങ്കിലും ഉണ്ടോ? അവിടെ കുറെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട്ടുവേലക്കാരി, അത്രയല്ലേ നിങ്ങൾ എൻ്റെ ചേച്ചിക്ക് സ്ഥാനം കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശരത്ത് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് സച്ചിയുടെ ആകെ കൺട്രോള് പോകുന്നുണ്ട്. എടാ, അല്ലെങ്കിൽ തന്നെ ഞാൻ പിടിവിട്ട് നിൽക്കുകയാണ്. ഇനി നീ ഒരക്ഷരം മിണ്ടിയ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും ശരത്തിനെ അടിക്കാൻ പോകുന്നുണ്ട്. ഈ സമയം മഹേഷ് അവിടെ നിന്ന്, ശരത്തെ, നീ വീട്ടിൽ പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് സച്ചിയെ ഇങ്ങനെ ബലം പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ വീണ്ടും സച്ചിയും മഹേഷും കൂടിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ അന്വേഷിച്ച് വരുന്ന സ്ഥലത്ത് ഒരു അമ്പലം കാണുന്നുണ്ട് കേട്ടോ. മഹേഷ്, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ അമ്പലത്തിൽ കയറിയിട്ട് മനസ്സുരുകി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ രേവതിക്ക് ഒരാപത്തും സംഭവിക്കില്ലേ, എനിക്ക് അണ്ണിനെ കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിങ്ങനെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വരുന്നുണ്ട്. എന്നിട്ട് മഹേഷ് പറയുന്നുണ്ട്, എടാ, എന്തായാലും നീ വീട്ടിലേക്ക് ചെല്ല്, നമുക്ക് രേവതി വേറൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇങ്ങനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കണ്ണ് കലങ്ങി ഭയങ്കര വിഷമത്തോടു കൂടി സച്ചി ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ രേവതിയുടെ സ്കൂട്ടി പുറത്തിരിപ്പുണ്ടല്ലോ, അതിൽ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണൊക്കെ തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്.
അങ്ങനെ സച്ചി അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ആ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം നമ്മുടെ രേവതിയാണ് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് കണ്ണിങ്ങനെ തിരുമ്മിയിട്ട് സച്ചി വീണ്ടും ഒന്നുകൂടെ നോക്കുന്നുണ്ട് കേട്ടോ, അത് രേവതി തന്നെയാണോന്ന്. അങ്ങനെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി നീ എപ്പോൾ വന്നു, നീ എവിടെയായിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടനപ്പോൾ ഇവിടെ ഇല്ലായിരുന്നോ, നീ നടന്ന കാര്യങ്ങളൊന്നും രേവതി അറിഞ്ഞിട്ടില്ല, സച്ചിയേട്ടൻ ഇത്രയും നേരം എവിടെ പോയേക്കുമായിരുന്നു, ഇപ്പോഴാണോ വീട്ടിലേക്ക് കയറി വരുന്നതെന്ന് ചോദിച്ചിട്ട് രേവതി ഇങ്ങനെ സച്ചിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും രേവതി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ഒറ്റ ഒരെണ്ണം അങ്ങോട്ട് ഇട്ട് തന്നാലുണ്ടല്ലോ, ഇത്രയും നേരം നീ എവിടെ പോയി കിടക്കുമായിരുന്നു എന്ന് ചോദിച്ചിട്ട് സച്ചി ഒച്ചയിടുന്നുണ്ട് കേട്ടോ. ഈ സമയം എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രവി പറയുന്നുണ്ട്, മോനെ സച്ചി ഞാനിപ്പോൾ വിളിക്കാൻ തുടങ്ങുമായിരുന്നു, രേവതി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയതേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും ഞാൻ രേവതി നീ എന്തു പണിയാണ് കാണിച്ചത്, ഞാനിപ്പോൾ എവിടെയൊക്കെ എന്തുമാത്രം വിഷമിച്ചു പോയി എന്നൊക്കെ അറിയാണ്. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, സച്ചി നീ കൂടുതലായിട്ടൊന്നും ഇനി ദേഷ്യപ്പെടാൻ നിൽക്കണ്ട, നീ ഒന്ന് മിണ്ടാതിരുന്നോ, നിന്റെ ഈ മുൻകോപമാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ട് രവി ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് സച്ചിനെ. ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ പറയുന്നുണ്ട്, രവിയേട്ടൻ കൊള്ളാലോ, ഇവളെ പാതിരാത്രിക്കൊക്കെ ഏതിലെങ്കിലുമൊക്കെ നിരങ്ങിയിട്ട് വന്നിട്ട് ഇത്രയും പണിയൊക്കെ ഒപ്പിച്ചിട്ട് വെച്ചിട്ട് ഭർത്താവായ ഇവൻ ചോദിക്കണ്ടേ, പിന്നല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ, ഇവളെ തല്ലി കൊല്ലുക വേണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ എരിപിരി കൊട്ടാനായിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയും ഒക്കെ എല്ലാം ഇങ്ങനെ ചന്ദ്രമതിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഈ സമയം സച്ചിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് രേവതിയുടെ അടുത്തേക്ക് എന്നിട്ട് രേവതിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കരയാണ്. അപ്പോഴേക്കും ചന്ദ്രമതിയൊക്കെ ഓർത്തിരുന്നത് രേവതിക്കിട്ട് ഇപ്പോൾ ഒരെണ്ണം പൊട്ടിക്കാനായിട്ടാണ് പോകുന്നതെന്ന് ഓർത്തിട്ടാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോഴേക്കും രേവതി നീ എന്ത് പണിയാണ് കാണിച്ചത്, ഞാൻ എത്രത്തോളം ടെൻഷൻ അടിച്ചെന്നറിയോ, നീ എവിടെയാണ് പോയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിയേട്ടാ ടെൻഷൻ അടിക്കാതെ ഞാൻ പറയാം, പിന്നെ ഞാൻ പോയത് ഞാനിവിടെ പറഞ്ഞിട്ടാണല്ലോ പോയെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇവളെവിടെയെങ്കിലും പോയല്ലേ, എന്നോട് പറഞ്ഞിട്ടാണ് പോകുന്നത്, പിന്നെ നീ ആരോട് പറഞ്ഞെന്നാ പറയുന്നത്, ഇവിടെ ആരോടും ഇവള് പറഞ്ഞിട്ടില്ല, എവിടെ നിന്ന് ഇറങ്ങാൻ പോയിരിക്കുവാണെന്നൊന്നും എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഈ സമയം വർഷ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. വർഷ വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞത് ഞാൻ വർഷയോടാണല്ലോ പറഞ്ഞിട്ട് പോയത്, ഞാൻ പോകാൻ നേരം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, വർഷ സ്റ്റുഡിയോയിൽ പോകാൻ ഇറങ്ങുമായിരുന്നു, ഞാൻ വർഷയോട് പറഞ്ഞിട്ടാണ് പോയത്. അതെ എനിക്കൊരു ഓർഡർ കിട്ടിയിരുന്നു, ഒരു 3000 രൂപയുടെ ഓർഡർ, എന്തോ അമ്പലത്തിലേക്ക് കുറേ അത്യാവശ്യമായിട്ട് പൂമാല വേണ്ടി വന്നു, അതിന് എന്നെ അറിയാവുന്ന ഒരു ചേച്ചി വന്നിട്ട് കൂട്ടിക്കൊണ്ടാ പോയത്, അതാ സച്ചിയേട്ടാ ഞാൻ പെട്ടെന്ന് തന്നെ പോയത്, ഇപ്പോഴാണ് അത് കഴിഞ്ഞത്, അത് കഴിഞ്ഞ് വരുന്ന വഴിയാന്ന് പറയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ വർഷയാണെങ്കിൽ ഡംപിങ് ഒക്കെ കഴിഞ്ഞിട്ട് കയറി വരികയാണ്. ഇത് കാണുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ വർഷയെ നോക്കുന്നുണ്ട്. രേവതി ചേച്ചി വന്നോ, ഞാൻ എന്തായാലും ഇവിടെ പറയാൻ മറന്നുപോയി, രേവതി ചേച്ചി എന്നോട് പറഞ്ഞിട്ടാ പോയെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ ആകെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ സച്ചിയുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുകയാണല്ലോ. അങ്ങനെ രേവതി നീ എന്നാലും എന്തു പണിയാണ് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ സച്ചിയേട്ടൻ ടെൻഷൻ അടിക്കാതെ, അപ്പോൾ എന്നോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്കൊന്നും അങ്ങനെ അങ്ങോട്ട് സഹിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്താ വാങ്ങിയിട്ട് വന്നേക്കുന്നതെന്ന് നോക്കുന്നു പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ സ്വീറ്റ്സിൻ്റെ ബോക്സ് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് രേവതിക്ക് കൊടുക്കുകയാണ് കേട്ടോ. കൊള്ളാലോ, സച്ചിയേട്ടന് ഇത് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് വന്നതാണോ, രേവതി എന്ന് പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് സ്വീറ്റ്സ് എടുത്ത് ഇങ്ങനെ രേവതിയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്കൊക്കെ ഭയങ്കര ദേഷ്യം വന്നിട്ട് ശ്രുതിയോടും ഒക്കെ പറയുന്നുണ്ട്, ശ്രുതി രാവിലെ ഓഫീസിൽ പോകേണ്ടതല്ലേ, നിങ്ങൾ പോയി കിടന്നുറങ്ങുക, ഈ പേക്കൂത്തും കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് വേറെ ആർക്കും ഒരു പണിയില്ലെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ രവിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി വിശേഷങ്ങളുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.